KP അഭിലാഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഭിലാഷ്, ISRO ചെയർമാൻ തന്നെ വിക്ഷേപണം വിജയകരം എന്ന് അറിയിച്ചിരിക്കുന്നു. പുതുവത്സര ദിനത്തിൽ പുതിയ തുടക്കം, പുതിയ പ്രതീക്ഷകൾ ISROയെ സംബന്ധിച്ച്. എങ്ങനെയായിരുന്നു ഇതിന്റെ വിക്ഷേപണം? എന്തൊക്കെയാണ് ദൗത്യം? രേണുക, പുതുവത്സര ദിനത്തിൽ നമ്മുടെ രാജ്യവും രാജ്യത്തിന്റെ ബഹിരാകാശ പരിവേഷണ ഏജൻസിയായ ISROയും ചരിത്ര നേട്ടം തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 2023 നമുക്കറിയാം ചന്ദ്രയാൻ, ആദിത്യ L1 പോലെയുള്ള വലിയ ദൗത്യങ്ങൾ വിജയകരമാക്കിയതിനു ശേഷം പുതുവത്സര ദിനത്തിൽ തന്നെ 2024 ജനുവരി 1 തീയതി തന്നെയാണ് മറ്റൊരു ദൗത്യവും ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ രാവിലെ 8:10 ആരംഭിച്ച കൗണ്ട് ഡൗൺ ആയിരുന്നു. 25 മണിക്കൂർ നീണ്ട കൗണ്ട് ഡൗണിന് ശേഷം രാവിലെ 9:10 കൂടിയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്നും PSLV C58 എന്ന പരിവേക്ഷണ വാഹനം പുറപ്പെട്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഏറ്റവും വിശ്വസനീയമായ ബഹിരാകാശ പേടകം ആണ് PSLV എന്നത്, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതിന്റെ 60ാമത്തെ വിക്ഷേപണം ആയിരുന്നു ഇന്ന് നടന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. 1993 സെപ്റ്റംബർ മാസത്തിലായിരുന്നു PSLV ആദ്യ ദൗത്യം നടത്തുന്നത്. അന്ന് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം 2017 PSLV പരാജയപ്പെട്ടിട്ടുണ്ട്. മറ്റു ദൗത്യങ്ങളെല്ലാം തന്നെ വിജയത്തിൽ എത്തുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ ഇന്ന് നടത്തിയ ദൗത്യവും, അതായത് എക്സ്പോസാറ്റ് എന്ന വളരെ പ്രധാനപ്പെട്ട ഉപഗ്രഹത്തെ 630 കിലോമീറ്റർ അധികം ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ ഏറ്റവും വിശ്വസനീയമായി PSLV ഒരിക്കൽ കൂടി എത്തിക്കുമ്പോൾ അത് ലോക ബഹിരാകാശ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പുതിയ ഒന്ന് എന്ന് തന്നെ പറയേണ്ടതാണ്. കാരണം 2021 അമേരിക്കൻ ഏജൻസിയായ നാസ മാത്രമാണ് ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു വിക്ഷേപണം നടത്തിയിട്ടുള്ളത്. ഈ വിക്ഷേപണത്തിന്റെ പ്രധാന ദൗത്യം എന്നത് എക്സ്റേകളെ കുറിച്ചുള്ള പഠനമാണ്. എക്സ്റേകളെ കുറിച്ചുള്ള പഠനത്തിലൂടെ തമോഗർത്തങ്ങളും അതുമായി ബന്ധപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകളും ഒപ്പം തമോഗർത്തങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എക്സ്റേ കിരണങ്ങൾ അത് ഏത് തരത്തിലാണ് കാലാവസ്ഥയിലടക്കം വ്യതിയാനം വരുത്തുന്നത് എന്നതുൾപ്പെടെയുള്ള പഠനങ്ങൾ ആണ് പ്രധാനമായും ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 6 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠന ദൗത്യത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ ഉപഗ്രഹം നടത്തുന്ന പഠനങ്ങൾ, അതോടൊപ്പം ഭൂമിയിലേക്ക് കൈമാറുന്ന സന്ദേശങ്ങൾ, അതിലൂടെ ഈ തമോഗർത്തങ്ങളെ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ പഠിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ISROയുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ന്യൂട്രോൺ താരങ്ങളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട പഠനങ്ങളും ഇതിലൂടെ സാധ്യമാകും എന്ന് ISRO പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട അഭിമാനകരമായ മറ്റൊന്ന് LBS വനിതാ സെന്ററിലെ വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ VSAT എന്ന ഉപഗ്രഹവും ഇതോടൊപ്പം തന്നെ വിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ VSAT ഉൾപ്പെടെ 10 ഉപഗ്രഹങ്ങൾ ആണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ VSAT പ്രധാനമായും അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട പഠനം ആണ് നടത്തുന്നത്. നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് ഏതാണ്ട് 6 മാസം ആയിരിക്കും ഈ ഉപഗ്രഹത്തിന്റെ ദൗത്യം എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം എന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പതിറ്റാണ്ടായി ഇന്ത്യയുടെ വിശ്വസ്ത വാഹനമായ PSLV ഒരിക്കൽ കൂടി അതിന്റെ കാര്യക്ഷമത തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്ക അടക്കം 30-ലധികം രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ ഈ PSLV പലപ്പോഴായി വഹിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെയാണ് 340-ൽ അധികം ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനും PSLVക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ PSLV വീണ്ടും വിശ്വാസ്യത ഉറപ്പുവരുത്തുമ്പോൾ ഇന്ത്യക്ക് അഭിമാനകരമാകാൻ പോകുന്നത് ചാന്ദ്ര ദൗത്യം. നമുക്കറിയാം 2023 ചന്ദ്രയാൻ 3 എന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു. കാരണം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആയിരുന്നു, അതും ഇരുണ്ട മേഖലകളിൽ ആയിരുന്നു സോഫ്റ്റ് ലാൻഡിംഗ് എന്നത് വിജയകരമായി ഇന്ത്യ നടത്തിയത്. അതോടൊപ്പം തന്നെയാണ് സൗരയൂഥവും അതോടൊപ്പം തന്നെ സൗരയൂഥത്തിന്റെ നാഥൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ എനർജിയുടെ പ്രവാഹം ആരംഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് എന്നുള്ളതാണ് പഠനങ്ങൾ. ആ സൂര്യനിലെ എനർജി സ്രോതസ്സിനെ സംബന്ധിച്ച വിവരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള ആദിത്യ L1. അങ്ങനെ ചന്ദ്രനും സൂര്യനും കടന്ന് തമോഗർത്തത്തിലേക്ക് നമ്മൾ 2024 എത്തുമ്പോൾ അവിടെയും നമുക്കൊരു ഹാപ്പി ന്യൂ ഇയർ പറയാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ബഹിരാകാശ ഏജൻസിയായ ISRO എത്തി നിൽക്കുന്നത്. രേണുക, തീർച്ചയായും അഭിലാഷ്, നമ്മളുടെ ഈ എക്സ്പോസാറ്റിന്റെ വിക്ഷേപണത്തിന്റെ ഒരു ഘട്ടത്തിലും യാതൊരു തരത്തിലുമുള്ള ഒരാശങ്ക ഉണ്ടായിരുന്നില്ല. എല്ലാം
പ്രീ പ്ലാൻഡ് ആയിരുന്നു, വളരെ കൃത്യമായിരുന്നു. ആ ആത്മവിശ്വാസം നമുക്ക് ISRO ഉദ്യോഗസ്ഥരുടെ മുഖങ്ങളിലൊക്കെ തന്നെ കാണാമായിരുന്നു. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചന്ദ്രയാൻ 3, ആദിത്യ L1 അതിൻ്റെ നേട്ടങ്ങൾ നമുക്ക് പുതുദിനത്തിൽ പുതിയൊരു തുടക്കം കൂടി ലഭിച്ചിരിക്കുന്നു. ജനുവരി 6 ആകുമ്പോൾ ആദിത്യ L1 പോയിന്റിലേക്ക് എത്തും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2024 വളരെ പ്രതീക്ഷകളുടെ തന്നെയാണോ ശാസ്ത്രലോകത്തിന്? ഒരു സംശയവും വേണ്ട. ഒരു പക്ഷേ 2024 എന്നത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത്രയും തുടർച്ചയായി വിക്ഷേപണ ദൗത്യങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഈ ചന്ദ്രയാൻ ദൗത്യത്തിന് ശേഷം ISRO ചെയർമാൻ അടക്കം അന്ന് പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് ISROയ്ക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ISROയിലെ ഓരോ ദൗത്യവും നിങ്ങൾ നടത്തിക്കൊള്ളൂ, പണം കാര്യമാക്കേണ്ടതില്ല എന്ന് സർക്കാർ സംവിധാനങ്ങൾ ഉറപ്പുകൊടുക്കുന്നു എന്നുള്ളത് അന്ന് തന്നെ ISROയുടെ ചെയർമാൻ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു മലയാളിയാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അഭിമാനിക്കാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം രേണുക എടുത്തു പറയേണ്ടത്, ഒരു പക്ഷേ ഇത്രയും ചെലവ് ചുരുങ്ങിയ കുറഞ്ഞ ചെലവിൽ ഇത്തരം ദൗത്യങ്ങൾ നടത്താൻ മറ്റു ലോകരാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്, ഒരുപക്ഷെ അമേരിക്കയും റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ബഹിരാകാശ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെലവ് ചുരുക്കി ഇത്തരം ദൗത്യങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുന്നു എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്, ഒരുപക്ഷെ ഇത്തരം ദൗത്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിക്ഷേപണ വാഹനങ്ങളെ കൂടുതൽ സൗകര്യപ്രദമായി വിനിയോഗിക്കാൻ ഇനിയും സാധിക്കും. അതായത് ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് കടന്നു വരുന്ന ലോകരാജ്യങ്ങൾക്ക് അവരുടെ പേലോഡുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നതിന് ശ്രമകരമായ ദൗത്യമാണ് നിർവഹിക്കേണ്ടി വരുന്നത്. പലപ്പോഴും അതിനുവേണ്ടി വലിയ പണം കണ്ടെത്തേണ്ടി വരുന്നു. നമ്മൾ ചന്ദ്രയാൻ വിജയകരമായി വിക്ഷേപിച്ചപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്, ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ടിവരുന്ന ചിലവിനേക്കാൾ കുറവ്, ഏതാണ്ട് 600 കോടി രൂപയുടെ മാത്രം ഒരു പ്രൊജക്ട്. അത് അവിശ്വസനീയമാണ് ഒരു പക്ഷേ ഈ ശാസ്ത്ര ലോകത്തെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ആണ് നമ്മൾ ഇത്തരത്തിൽ ദൗത്യങ്ങൾ നടത്തുന്നത്. അതോടൊപ്പമാണ് എടുത്തു പറയേണ്ടത്, LBS എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾ ആണ്, വനിതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. ഒപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, ISROയുടെ വിക്ഷേപണങ്ങൾ നടക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. അവിടുത്തെ വിക്ഷേപണ തറയ 1 നിന്നാണ് ഇത്തരം വിക്ഷേപണങ്ങൾ നടക്കുന്നത്. അവിടെ ഈ വിക്ഷേപണം കാണാൻ എത്തുന്നവരെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവിടെ സ്കൂൾ വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കുന്നു, സ്ത്രീകളായ ആളുകളെ കാണാൻ സാധിക്കുന്നു, കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന അച്ഛനമ്മമാരെ കാണാൻ സാധിക്കുന്നു, പ്രായമായവരെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ശാസ്ത്ര ലോകം അല്ലെങ്കിൽ ശാസ്ത്രത്തോടുള്ള കൗതുകം, നമ്മുടെ ജിജ്ഞാസ, അത് എത്രത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതിനെ ശരിവെക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതോടൊപ്പം സഞ്ചരിക്കുന്ന തരത്തിൽ തന്നെയാണ് ISROയുടെ പ്രകടനങ്ങൾ എല്ലാം എന്ന് തന്നെ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഉപഗ്രഹങ്ങൾ ആണ് അധികമായും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. GPS സംവിധാനത്തിൽ പോലും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുക, ഇന്ത്യയുടേതായ ഒരു GPS സംവിധാനം രൂപപ്പെടുത്തുക, ഇങ്ങനെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൂടുതൽ സ്വതന്ത്രമാവുക എന്നതുകൂടിയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അന്ന് നമുക്കറിയാം, ഈ ചന്ദ്രയാൻ ദൗത്യ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പ്രതികരിച്ചത് ഇത് ഇന്ത്യയുടെ വിജയമല്ല, ലോകത്തിന്റെ വിജയം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നടത്തുന്ന ഇത്തരം പരീക്ഷണങ്ങളെയും നിരീക്ഷണങ്ങളെയും ലോകരാജ്യങ്ങൾ മറ്റൊരു തരത്തിലാണ് നോക്കിക്കാണുന്നത്. ഞാൻ നേരത്തെ ഈ വിക്ഷേപണം കാണാൻ കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നതിനെ കുറിച്ച് പറയാൻ കാരണം, പലപ്പോഴും പല രാജ്യങ്ങളും ബഹിരാകാശ രംഗത്ത് നടത്തുന്ന നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അവരുടെ രഹസ്യ സ്വഭാവത്തോടുകൂടി കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന ഒരു സമീപനമുണ്ട്. എന്തൊക്കെ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ, ഇതൊന്നും ശാസ്ത്ര ലോകത്തോട് വിളിച്ചു പറയാറില്ല. പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിൽ നടത്തുന്ന നിരീക്ഷണങ്ങൾ അത് മറ്റു രാജ്യങ്ങളുമായി പങ്കുവെക്കാറില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു കാഴ്ചപ്പാടല്ല ഇന്ത്യ ബഹിരാകാശ മേഖലയിൽ പുലർത്തുന്നത്. മറിച്ച് ഇന്ത്യക്ക് ലഭിക്കുന്ന അറിവുകൾ, നേട്ടങ്ങൾ അത് മറ്റു ലോകരാജ്യങ്ങൾക്ക് കൂടി കൈമാറുക എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ 2020 ഈ ചരിത്ര നേട്ടത്തെയും നമുക്ക് അങ്ങനെ തന്നെ അടയാളപ്പെടുത്താം. അത് ഇന്ത്യയുടെ നേട്ടമാണ് എങ്കിൽ തീർച്ചയായും ലോകത്തിന് ഗുണകരമാകുന്ന നേട്ടമായി അത് ഭാവിയിൽ മാറും എന്നതിൽ തർക്കമില്ല. ശരി.